Good afternoon, all. Good afternoon, ma'am. Prayer പറഞ്ഞോട്ടോ. Good afternoon, ma'am. Good afternoon. Prayer പറഞ്ഞോവേ. ആരും പ്രിപ്പയർഡ് അല്ല. പ്രിപ്പയർഡ് ആണോ ആരെങ്കിലും പ്രയർ പറയാൻ? Yes, ma'am. ജനപദമഖിലം Okay. Signing thought of the day പ്രിപ്പയർഡ് ആണ്. നമുക്കേ ഇനി എല്ലാ ദിവസവും തോട്ട്സ് കളക്ട് ചെയ്ത് പറയണോ കേട്ടോ. ഞാൻ പറയാം മാം. തോട്ട് ഓഫ് ദ ഡേ. ഓവർ തിങ്കിങ് ഈസ് കിൽസ് യുവർ ഹാപ്പിനെസ്. ഓക്കെ. ഇനി എന്റെ ക്ലാസ്സുകളിൽ മോണ്ടിസോറിയുടെ തോട്ട്സുകൾ പറയോ? തോട്ട്സുകൾ നോക്കിയിട്ട് ഓക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക എല്ലാവരും. എന്താ കോഴ്സുകൾ ഓരോ ക്ലാസ്സിലായിട്ട് പറയണം. ഓക്കെ, അതൊരു ആക്ടിവിറ്റി ആയിട്ട് എന്താ ചെയ്തോട്ടോ. ഓക്കെ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് ഡിസ്കവറീസ് കാസാദി പറഞ്ഞായിരുന്നു ഡിസ്കസ് ചെയ്തത്. ആരും എന്തെങ്കിലും പറയാൻ വന്നേണോടാ? സൈനിങ് പറയട്ടെ. ഓക്കെ, സൈനിങ് പറഞ്ഞോടാ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഞാനൊരു ഡോക്ടർ അബ്ദുൽ കലാമിന്റെ ഒരു വാക്കാണ് പറയുന്നത്. മുന്തിരികൾ പിഴിയാതെ വൈൻ ഉണ്ടാക്കാൻ സാധ്യമല്ല. പൂക്കൾ പിഴിയാതെ പെർഫ്യൂം ഉണ്ടാക്കാനും സാധ്യമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടാതിരിക്കുക. കാരണം അത് നിങ്ങളുടെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരും. സൈനിങ് ബൈ ആര്യ. താങ്ക് യു മാം. താങ്ക് യു ആര്യ, നല്ലൊരു തോട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കവറീസ് ആയിട്ട് കാസാദി ബാബിനെയായിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ? അതിൽ ഏതെല്ലാം ഞാൻ ഷെയർ ചെയ്യാൻ വന്നിട്ടോ. PDF ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, ഡിസ്കവറീസ് നോക്കി നിങ്ങൾ. അതിൽ വരുന്നത് മെന്റൽ കോൺസെൻട്രേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇല്ലേ? നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ മെറ്റീരിയൽസ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നതിലൂടെ അവർക്ക് ആ ഒരു ചെറിയ പ്രായം മുതൽ എന്ത് ചെയ്യാൻ പറ്റും? കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? പേജ് നമ്പർ ഒന്ന് പറയൂ. 82 ആടാ. എവിടെ വരെ എടുത്തു എന്ന് പറയാവോ? ഞാൻ ഐ തിങ്ക് സോ ലവ് ഓഫ് സൈലൻസ് വരെ എടുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൽ നോട്ട് ചെയ്തിട്ടുണ്ടോ? അതെ മാം. ഇനി റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് എടുക്കണം. ഓക്കെ, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് എടുക്കണം. അപ്പൊ നമ്മൾ മൂന്ന് സംഭവം ചെയ്ത് പറയാണ്. ഫസ്റ്റ് വൺ ഈസ് മെന്റൽ കോൺസെൻട്രേഷൻ. 3 years മുതൽ കുട്ടികൾക്ക് അവരുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെ പോസിബിൾ ആകുന്നത്? ത്രൂ വർക്കിങ്ങിലൂടെയാണ് കോൺസെൻട്രേഷൻ പോസിബിൾ ആകുന്നത്. അപ്പോ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യും അല്ലേ? എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരമായിട്ട് നമ്മൾ പഠിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നമ്മൾ പഠിക്കുന്ന കാര്യം ഒന്ന് എഴുതി നോക്കാം, റൈറ്റ് ചെയ്ത് നോക്കാം. ആ സമയത്ത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് കിട്ടും. പിന്നെ എന്നെ സംബന്ധിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതണം. നന്നായിട്ട് എഴുതിയാൽ മാത്രമാണ് എനിക്ക് കോൺസെൻട്രേഷൻ ഒരു പരിധിവരെയും കിട്ടുള്ളൂ. അത് മെന്റൽ കോൺസെൻട്രേഷൻ ഒരു ഇതാണ് എന്ന് വെച്ചാല് എന്നെ സംബന്ധിച്ച് ഞാൻ വർക്ക് ചെയ്യണം. നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോഴ്സ് പറയാറുണ്ടോ? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നത്.
പ്രാക്ടീസ് മേക്ക് മാറ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ പെർഫെക്റ്റ് ആവണമെങ്കിൽ ആ ഒരു വ്യക്തി കണ്ടിന്യൂസ്ലി ആ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യണം അല്ലെ. നമ്മൾ റിപ്പീറ്റ്ലി ഒരു ടാസ്ക് വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും? കോൺസെൻട്രേഷൻ കിട്ടും. ലവ് ഓഫ് റിപ്പീറ്റേഷൻ, നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നതിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും. ലവ് ഓഫ് ഓർഡർ, എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഫ്രീഡം ഓഫ് ചോയ്സ്, മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്ത് ആക്ടിവിറ്റി ചെയ്യണം, എന്ത് വർക്ക് ചെയ്യണം, ഫുൾ ഫ്രീഡം നമ്മൾ ആർക്ക് കൊടുക്കുന്നുണ്ട്? നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. വർക്ക് ഓൺ ദ മെറ്റീരിയൽ, ഏത് വർക്ക് മെറ്റീരിയൽ യൂസ് ചെയ്ത് വർക്ക് ചെയ്യണം, ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി, അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ലവ് ഓഫ് വർക്ക്, നമ്മള് കുട്ടികള് പ്ലേ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ഈ മെറ്റീരിയൽസും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ നമ്മൾ പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. നമ്മുടെ കുട്ടികൾക്ക് റിവാർഡ്സോ പണിഷ്മെന്റോ കൊടുക്കേണ്ടതായിട്ടില്ല. നമ്മൾ അവർക്ക് നല്ല രീതിയിൽ നമ്മൾ എന്താ കൊടുക്കേണ്ട, നല്ല രീതിയിൽ അവർക്ക് ഇങ്ങനെ ചിലവര് ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോ ചില സ്കൂളുകളിൽ റിവാർഡ്സ് കൊടുക്കും, ടോപ്പർ ഓഫ് ദ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ റിവാർഡ്സ് കാര്യങ്ങൾ കൊടുക്കും. അങ്ങനെ നമ്മൾ റിവാർഡ്സോ പണിഷ്മെന്റോ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണ്ട എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ലവേഴ്സ് ഓഫ് സൈലൻസ്, അത് മോണ്ടിസോറി ഒരു എക്സ്പീരിമെന്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റിൽ നിന്ന് മോണ്ടിസോറി ഡിസ്കവർ ചെയ്ത കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് ഒരുപാട് നേരം അവർക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒത്തിരി നേരം എന്ത് ചെയ്യാൻ പറ്റും? സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്ന് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. ആ ഒരു കുഞ്ഞു ബേബി ഗേളിനെ ആ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്ന കഥയൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, പറഞ്ഞിട്ടുണ്ടോ? അപ്പം ആ കുട്ടീനോട് പറഞ്ഞു, ഈ കുട്ടീനെ അത്രയും സോഫ്റ്റ് ആവളെ ബ്രീത്ത് ചെയ്യുന്നേ നിങ്ങൾക്ക് ആർക്കും പറ്റൂല അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അത് കുട്ടികൾ ടാസ്ക് ആയിട്ട് എടുത്തു. അവരത് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ബ്രീത്തും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ മോണ്ടിസോറി ഒബ്സർവ് ചെയ്യുന്ന കാര്യം വെച്ചാൽ ക്ലാസ് ഫുൾ സൈലന്റ് ആയി. ലവേഴ്സ് ഓഫ് സൈലൻസ് കേട്ടോ. ഈ ഒരു കാര്യം നമ്മുടെ ഒരു ട്രെയിനിങ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് പഠിച്ചിട്ടുണ്ടാവും. MD4 പഠിച്ചൊരു കുട്ടി എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ ആര്യ, ഈ ലവേഴ്സ് ഓഫ് സൈലൻസ് എന്ന് പറയുന്ന ഇൻസിഡന്റ് ആ കുട്ടിയുടെ ലൈഫിൽ സംഭവിച്ചു. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. കാരണം ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഈ കുട്ടിക്ക് 2.5 വയസ്സുള്ള മോളുണ്ട്. ആളെയും ഉണ്ടായിരുന്നു ട്രെയിനിങ്ങിന് പോയത്. അപ്പം രാവിലെ ഹാഫ് ഡേ എന്തായാലും ക്ലാസ്സും കാര്യങ്ങളും, ഉച്ചയ്ക്ക് ശേഷം അവർക്ക് ആക്ടിവിറ്റി ഡ്രോയിങ്സ്, അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് കൊടുക്കുന്ന സമയമാണ്. ക്ലാസ്സിലെ എല്ലാ സമയവും എന്താണ്, ഈ കുട്ടികളെ എല്ലാവരും ഭയങ്കര ബഹളമാണ്, ഭയങ്കര കുറുമ്പും കാര്യങ്ങളും, എപ്പോഴും സംസാരിക്കും, ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ. അപ്പൊ ഈ ഒരു മോള് ഒരു ദിവസം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഉറക്കം വന്നു. അപ്പൊ എന്ത് ചെയ്തു, ആള് വാവനെ ഉറക്കിയിട്ട് അവിടെ ഒരു പായ വിരിച്ചിട്ട് അവിടെ കിടത്തി കഴിഞ്ഞപ്പോ എന്ത് ചെയ്യും, ക്ലാസ്സിൽ ബാക്കി എല്ലാ കുട്ടികളും ഓട്ടോമാറ്റിക്കലി സൈലന്റ് ആവുന്നത് ആ കുട്ടിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. നമ്മുടെ സ്റ്റുഡന്റിന് മനസ്സിലായി. കാരണം 2 കുട്ടികൾ വാവയുടെ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് കിടക്കാണ് അവര്, ഉറങ്ങാണ്, മിണ്ടാതെ സൈലന്റ് ആയിട്ട് കിടക്കുന്നു. ബാക്കി എല്ലാവരും ചില കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സൗണ്ട് പോലും കേൾക്കാത്ത രീതിയിൽ, സൗണ്ട് പോലും വരാത്ത രീതിയിൽ അവർ ഡ്രോയൊക്കെ ചെയ്യാണ്. അല്ലെങ്കിൽ ആ ക്ലാസ് ഫുള്ള് ഭയങ്കര ബഹളായിരിക്കും. ഈ ഭാവിയായിട്ട് എപ്പോഴും കളിക്കും, അവളെ എടുത്തോണ്ട് കിടക്കുക, അങ്ങനെയൊക്കെയായിരുന്നു ഈ കുട്ടികൾ എപ്പോഴും ചെയ്തിരുന്നത്. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് കണ്ടപ്പോ ഈ ഒരു ലവേഴ്സ് ഓഫ് സൈലൻസ് കുട്ടികളില് ഈ സൈലൻസിനോടുള്ള ഇഷ്ടം എല്ലാ കുട്ടികളിലും ഉണ്ട് എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ആ ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റിപ്പീറ്റ്ലി ആവർത്തിച്ചു എന്നാ പറയുന്നത്. എത്ര ദിവസം ആ കുട്ടി ട്രെയിനിങ്ങിന് പോയോ അതെല്ലാം ഉച്ചയ്ക്ക് ശേഷം അവരെ ഉറപ്പ് കിടത്തുമ്പോൾ ഈ കുട്ടികള് ഇതേ ഒരു സൈലന്റ് ആയി മാറുന്നത് ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികളിൽ എല്ലാവരിലും ഈ എന്തുണ്ട്, ലവേഴ്സ് ഓഫ് സൈലൻസ് ആണ്. അവർക്ക് സൈലൻസ് അല്ലെങ്കിൽ അവർക്ക് നിശബ്ദമായിട്ടിരിക്കാനൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഓക്കെ, നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അവരെ നിർബന്ധിച്ച് എന്ത് ചെയ്യേണ്ട, സൈലന്റ് ആക്കേണ്ട. അവർ ഓട്ടോമാറ്റിക്കലി ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി സൈലന്റ് ആയിട്ട് മാറും. ഓക്കെ, ഇനി റൈറ്റിംഗ് ആൻഡ് റീഡിങ്.
റൈറ്റിംഗ് ആൻഡ് റീഡിങ്ങില് നിങ്ങളുടെ അഭിപ്രായത്തില് കുട്ടികളില് ആദ്യം റൈറ്റിംഗ് ആണോ റീഡിംഗ് ആണോ വരുന്നത്? റൈറ്റിംഗ്. റൈറ്റിംഗ് അല്ലെ? നമ്മളോട് മക്കള് പറയും, അമ്മ ഞാൻ എ വരച്ചു, അമ്മ ഞാൻ ആ വരച്ചു. കുഞ്ഞു കുട്ടികളുള്ള അമ്മമാര് കേട്ടിട്ടുള്ള കാര്യം. അവര് വരയ്ക്കുക ചെയ്യുന്നതല്ലേ, റൈറ്റിംഗ് അല്ല, വരയ്ക്കാം. അവര് എന്ന് പറയുന്ന ഷേപ്പ് വരച്ചു വെക്കുന്നു, ആന്ന് പറയുന്ന ഷേപ്പ് വരച്ചു വെക്കുന്നു, അല്ലെ? അവർ ഫുള്ള് ഡ്രോ ചെയ്യുന്ന എങ്ങനെയാണ്, വരയ്ക്കാണ്. മരിയ മോണ്ടിസോറിക്ക് കുട്ടികളെ ഈ ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെ ഇത്രയും ടൈമായിരുന്ന സമയത്ത് തന്നെ റൈറ്റിംഗ് ഒന്ന് പഠിപ്പിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കുട്ടികള് മരിയ മോണ്ടിസോറിനോട് റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് എഴുതണം, ഞങ്ങൾക്ക് വായിക്കണം എന്ന് മരിയ മോണ്ടിസോറിനോട് റിക്വസ്റ്റ് ചെയ്തു. അതേപോലെ പാരന്റ്സും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, കുട്ടികളെ എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോ മോണ്ടിസോറിയുടെ അസിസ്റ്റന്റും കൂടി കുറച്ച് ലെറ്റേഴ്സ്, ആൽഫബറ്റ്സ് പോലത്തെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അത് കാർഡ്ബോർഡിൽ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്ത് കുട്ടികളെ കൊണ്ട് ട്രേസ് ചെയ്യിക്കാൻ തുടങ്ങി. ആ മെറ്റീരിയൽ ആണ് നിങ്ങൾ എല്ലാവരും നമ്മൾ ഈ ഒരു കോഴ്സ് തുടങ്ങിയ സമയത്ത് നിങ്ങൾ ഒരു ആക്ടിവിറ്റി ആയിട്ട് ജിഷാൻസ് ആണോ തന്നത്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് അല്ലേ? എന്നോരം കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത് നമ്മളത് കാർഡ്ബോർഡിൽ പേസ്റ്റ് ചെയ്ത് ട്രേസ് ചെയ്യിപ്പിക്കുന്നേ സാൻഡ് പേപ്പറിൽ തന്നെയല്ലേ ചെയ്യുന്നത് എല്ലാവരും? അതെ അതെ. അല്ലേ? ഓക്കെ, അതാണ് നമ്മള് റൈറ്റിംഗ് ആൻഡ് റീഡിങ്ങിന് വേണ്ടിയിട്ട് മോണ്ടിസോറി ആദ്യം പ്രിപ്പയർ ചെയ്ത ലെറ്റർ. ഒത്തിരി കഷ്ടപ്പെട്ടാണ് മോണ്ടിസോറി അത് പ്രിപ്പയർ ചെയ്തത്. അതേപോലെ നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു ആക്ടിവിറ്റി ആയിട്ട് എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ് ഏത്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന് കുട്ടികൾക്ക് സ്മൂത്തും റഫും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും. അവരിങ്ങനെ ട്രേസ് ചെയ്യുമ്പോൾ സ്മൂത്ത് എന്താണ്, റഫ് എന്താണെന്നുള്ള ഡിഫറൻസ് കുട്ടികൾക്ക് മനസ്സിലാവും. സോ അവരുടെ റെഫറൻസിലൂടെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ആ വരയ്ക്കുന്ന ആ ഒരു ഷേപ്പ് അവരെന്ത് ചെയ്യും, കൈകൊണ്ട് ടച്ച് ചെയ്ത് തന്നെ അവരെന്ത് ചെയ്യും, പഠിക്കും. ഇങ്ങനെയാണ് എ, ഇങ്ങനെയാണ് ബി. ഓക്കെ, കുഞ്ഞു വിരലാണ്. അപ്പൊ നമ്മുടെ ചെറിയ വിരല്, നമ്മുടെ കുഞ്ഞു വിരല് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും വലുപ്പത്തിലായിരിക്കണം സാൻഡ് പേപ്പർ ചെയ്യാൻ. കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ട്രേസ് ചെയ്യിക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ഫോണറ്റിക് സൗണ്ട്സും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന്റെ ഒപ്പം തന്നെ എന്ത് സൗണ്ട്സും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഫോണറ്റിക് സൗണ്ട്സ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, ഫോണറ്റിക് സൗണ്ട്സിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല, കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ആ സൗണ്ട്സും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എ എന്ന് പറയുന്നത് കേട്ടിട്ടില്ല, കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ചാല് എന്താണ് ഫോണറ്റിക് സൗണ്ടിനെ കുറിച്ചല്ലേ മാം പറഞ്ഞത്? ഫോണറ്റിക്സ്, ഫോണറ്റിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ബി ബ ബ ബ അപ്പൊ ബ എന്ന് പറയുന്ന ആ സൗണ്ട് വെക്കുമ്പോ ബോൾ, ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ സൗണ്ട്സ് അല്ലേ മാം? ആൽഫബറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ സൗണ്ട്സും കൂടി നമുക്ക് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ആൽഫബറ്റ് എ എന്നല്ലേ പറയണേ, എ എന്നല്ല അതിന്റെ സൗണ്ട് അല്ലെ? ബി എന്ന് പറയുമ്പോ ബ, സി എന്ന് പറയുമ്പോ ക അല്ലെ, ക. ഡ എന്ന് പറയുമ്പോ ദ. അത് കറക്റ്റ് ആയിട്ട് നിങ്ങള് അശ്വതി മാം പറഞ്ഞു തരും കേട്ടോ. എന്നുവെച്ചാല് ഇംഗ്ലീഷിന്റെ ഫാക്കൽറ്റി ആണ്. അപ്പോ ലാസ്റ്റ് നിങ്ങൾക്ക് എക്സാമിനോടൊക്കെ എടുക്കാറാവുമ്പോഴേക്കും നിങ്ങൾക്ക് ഫോണറ്റിക് സൗണ്ട്സ് നല്ല രീതിയിൽ അശ്വതി മാം ട്രെയിനിങ് തരും കേട്ടോ. ഓക്കെ, നമ്മുടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന അശ്വതി മാം അല്ല, വേറൊരു അശ്വതി മാമും കൂടി ഉണ്ട് ഇംഗ്ലീഷിന്റെ ഫാക്കൽറ്റി. ആ മാം ആയിരിക്കും ഫോണറ്റിക് സൗണ്ട്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, ആ സൗണ്ട്സ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കും കേട്ടോ. നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ടത്. നമുക്ക് ആ കോഴ്സ് ഇപ്പൊ കിട്ടാൻ ഉപകാരമായിരുന്നു. കാരണം അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ കിട്ടാൻ നമുക്ക് ഉപകാരമായിരുന്നു ക്ലാസ്. ആണോ? കാരണം ഇതിനാർക്കും വലിയവർക്ക് അറിയില്ല അതിനെ പറ്റി. അപ്പൊ മിക്കവരും ട്രെയിനിങ്ങിന് പോയി തുടങ്ങി. പിന്നെ എല്ലാവരും ഫെബ്രുവരിയിൽ പോവാനിരിക്കാണ്. ഫെബ്രുവരി 1-ാം തീയതി തുടങ്ങി. അപ്പൊ അത് ഇപ്പൊ കിട്ടാറുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ആണോ? അത് ഞാൻ അന്വേഷിക്കട്ടെ. 31st കൊടുക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കട്ടെ കേട്ടോ. ചോദിക്കട്ടെ. 31st കൊടുക്കൂട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഫ്രൈഡേ ഇൻഫോം ചെയ്യാം. സാറ്റർഡേസ് മാത്രമാണ് ആ മിസ്സിന് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് 31st പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഫോണറ്റിക് സൗണ്ട്സ്
ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കുട്ടികൾക്ക് ഈ ആൽഫബറ്റ്സും പ്ലസ് ഈ സൗണ്ട്സും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്, പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾ കാണും. നിങ്ങൾക്ക് ട്രെയിനിങ്ങിന്റെ സമയമാകുമ്പോഴേക്കും ബോർഡ്സ്, പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കേട്ടോ. നമുക്ക് തുടങ്ങി. കാരണം ഇപ്പൊ ഫെബ്രുവരി പിന്നെ മാർച്ചില് പിന്നെ നമുക്ക് ട്രെയിനിങ് കിട്ടില്ലല്ലോ. പിന്നെ 2 മാസം അവധിയല്ലേ. അതായത് ഈ ഫെബ്രുവരി മാത്രം നമുക്കുള്ളൂ. അതാണ് എല്ലാവരും ഇപ്പൊ പ്രാക്ടിക്കലിന് പോയി തുടങ്ങി. ഓക്കെ, കുഴപ്പമില്ല. ഇത് കണ്ടോ നിങ്ങള്? ഇത് നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് കർവ് വരയ്ക്കുന്നത്, അവർ കയ്യും അല്ലെങ്കിൽ ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഉണ്ടല്ലോ, ഈ 2 ഹാൻഡിലും ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറയുന്നത്. ഈ പ്രീ റൈറ്റിംഗ് ബോർഡിൽ സ്റ്റൈലസ് പോലുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്, പെൻ പോലത്തെ ഒരു മെറ്റീരിയൽ. ജസ്റ്റ് പെൻ പോലെ നമുക്ക് പെന്ന് പെൻസിൽ പോലെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് സ്റ്റൈലസ് എന്ന് പറയുന്നത്. ഇതൊരു പെൻസിലാണ് കാണുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പെൻസിൽ പോലുള്ള ഒരു മെറ്റീരിയൽ ആണ്. കാണുന്നുണ്ടോ? അപ്പൊ ഈ ആൽഫബറ്റ്സ് നമ്മൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പെൻസിൽ യൂസ് ചെയ്ത് അവർ എന്ത് ചെയ്തോട്ടെ, അതിൽ ഡ്രോ ചെയ്തോട്ടെ. കണ്ടിന്യൂസ്ലി അത് ഡ്രോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ സ്വയം ചെയ്യാനായിട്ട് പറ്റും. കുഞ്ഞു മക്കളുണ്ടോ? 3 വയസ്സൊക്കെ ആയ കുട്ടികള് വീട്ടിലാർക്കെങ്കിലും ഉണ്ടോ? അവര് ഈ ഒരു പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്റെ മോക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തൊരു മെറ്റീരിയൽ ആയിരുന്നു പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി പറയാലോ, ഞാൻ ഇതുവരെ മോളെ കൈ പിടിച്ച അക്ഷരങ്ങളെ എഴുതിപ്പിച്ചിട്ടില്ല. കൈ പിടിച്ച അക്ഷരങ്ങളെ എഴുതിച്ചിട്ടില്ല പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കൊടുത്തത്. ആ കുട്ടി എന്ത് ചെയ്തു, ഈ പെൻസിൽ യൂസ് ചെയ്ത് അവൾ സ്വയം അത് ചെയ്തു. ഞാൻ 3 ഇയേഴ്സിലാണ് അവർക്ക് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് വാങ്ങിച്ചു കൊടുത്തത്. സോ 3 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ആൽഫബറ്റ്സും കാര്യങ്ങളും എഴുതാൻ അറിയാം. ബോർഡിൽ ആള് സ്വയം ആൽഫബറ്റ്സ് എഴുതി തുടങ്ങി. അന്ന് ഓർഡർ ഒന്നും കറക്റ്റ് അല്ലായിരുന്നു. എഴുതുമ്പോൾ ഓർഡർ ഒന്നും കറക്റ്റ് ആയിട്ടില്ല. ബി എഴുതുന്നു, സി വെള്ളാക്കി എഴുതുന്നു, ഡി അങ്ങനെ എഴുതുന്നു, എല്ലാം പറയുന്നു, എഴുതുന്നു. സൗണ്ട്സും പറഞ്ഞു കൊടുക്കും. ഇതെന്താ എ, ഇതെന്താ ബി, അവിടെ എഴുതുന്നുണ്ട്. പിന്നീട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ അവള് ക്ലാസ്സിൽ പോയി തുടങ്ങി കഴിഞ്ഞപ്പോ 4 ലൈൻസിൽ എഴുതുമ്പോൾ അവൾക്ക് കുറച്ച് ഡിഫിക്കൽറ്റി ഫേസ് ചെയ്തു. കാരണം അവൾ ബോർഡിലാണ് ആദ്യം എഴുതി പഠിച്ചത്. ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ബ്ലാക്ക് ബോർഡിലാണ് ഈ ആൽഫബറ്റ്സും കാര്യങ്ങളും എഴുതിയത്. സോ വലിയ അക്ഷരത്തിലാണ് അവൾ എഴുതുന്നത്. പക്ഷെ ഞാൻ കുറച്ച് ടീച്ചേഴ്സും ഞാനും കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ ആളിപ്പോ ഓക്കെയാണ്, ഹാൻഡ് റൈറ്റിംഗ് സെറ്റ് ആണ്. കാരണം ടീച്ചേഴ്സിന് ആ ഒരു കാര്യം മാത്രമേ എന്ത് ചെയ്യേണ്ടി വന്നുള്ളൂ, ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. കാരണം ഓട്ടോമാറ്റിക്കലി അവളത് ലേൺ ചെയ്തു. ആൽഫബറ്റ്സ് ഫുള്ളും അവൾ ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്തു. നമുക്ക് കുട്ടികളെ കൊണ്ട് ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആൽഫബറ്റ്സും കാര്യങ്ങളും നമുക്ക് എങ്ങനെ എഴുതണം എന്നുള്ളത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആദ്യം പറഞ്ഞ മെറ്റീരിയൽ ഏതായിരുന്നു? സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആയിരുന്നു. അതെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഉണ്ട്. കണ്ടോ? കാണുന്നുണ്ടോ നിങ്ങള്? സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന്റെ കുറച്ച് പാർട്ടാണ് കാണുന്നത്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, പിന്നെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ്, പിന്നെ നമ്മൾ ആൽഫബറ്റ്സിന്റെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മൂവബിൾ ആൽഫബറ്റ്സ് ഉണ്ട്. മൂവബിൾ ആൽഫബറ്റ്സ് നമുക്ക് ഈ വേർഡ്സ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് മൂവബിൾ ആൽഫബറ്റ്സ്. നോക്കാം, ലാർജും ഉണ്ട് സ്മോളും ഉണ്ട് കേട്ടോ. സ്മോൾ ലെറ്റർ മൂവബിൾ ആൽഫബറ്റ്സും ലാർജും മൂവബിൾ ആൽഫബറ്റ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അത് ദിശാമിസ് നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്സ് ആണെന്നൊക്കെ പ്രാക്ടിക്കൽ ടൈമിൽ പറഞ്ഞുതരും. ഇത് നിങ്ങൾ കാണുന്നതാണ് മൂവബിൾ ആൽഫബറ്റ്സ്. 10 സെറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ എയുടെ 10 പീസ് ഉണ്ടാവും, ബിയുടെ 10 പീസ് ഉണ്ടാവും, സിയുടെ 10 പീസ് ഉണ്ടാവും. അങ്ങനെ 3 സെറ്റ്, എല്ലാത്തിന്റെയും 10 പീസസ് ഉണ്ട്. സോ ഇത് എനിക്ക് കാറ്റ് എന്നാണ് ഒരു വേർഡ് വേണ്ടത്. CAT അത് ഫോം ചെയ്തിട്ട് കുട്ടികൾ തന്നെ സ്വയം റീഡ് ചെയ്യും അതെന്താണ്. മനസ്സിലായോ? കുട്ടികൾ തന്നെ എല്ലാവരും ഈ ഒരു മൂവബിൾ ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് വേർഡ്സും കാര്യങ്ങളും ഫോം ചെയ്യും. പിന്നെ അവരത് എന്ത് ചെയ്യും? സെന്റൻസ് ദ കാറ്റ്, ദ ബാറ്റ്, മനസ്സിലായോ? ഇതാ കുട്ടി പറയാൻ തുടങ്ങും. പിന്നെ ഒരു സെന്റൻസ് ആയിട്ട് അത് ഫോം ചെയ്യും. അങ്ങനെ പതിയെ അവരെന്ത് ചെയ്യാൻ തുടങ്ങും? റീഡിങ്ങും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ,
ആദ്യം നമ്മൾ റൈറ്റിംഗ് ആയിരിക്കും കുട്ടികൾ തുടങ്ങുന്നത്. റൈറ്റിങ്ങിലൂടെ പതിയെ പതിയെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, റീഡ് നമ്മൾ സൗണ്ട്സും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് പതിയെ പതിയെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, റീഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് പറഞ്ഞോ. ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് നമ്മൾ വാങ്ങിച്ചാൽ നല്ലതാണ് അല്ലേ? ട്രെയിനിങ്ങിന് പോകുമ്പോഴായാലും കൊണ്ടുപോകാൻ പറ്റും. കൊണ്ടുപോകാനായിട്ട് പറ്റും. നമ്മൾക്ക് ഇപ്പൊ വീട്ടില് കുഞ്ഞു മക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാം. 160, 170 അത്രയൊക്കെ ഉള്ളൂ പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. നമ്മളുടെ കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യിക്കാൻ വാങ്ങിക്കാം. ഓക്കെ, സ്കൂളിലേക്ക് കൊണ്ടുപോകണ്ട. അപ്പൊ സ്കൂളിലേക്ക് കൊണ്ടുപോകണം നിർബന്ധമില്ല. കാരണം ഒറ്റ പീസ് മെറ്റീരിയലാണ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറയുന്നത്. അറ്റ് എ ടൈം എല്ലാവർക്കും അത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മുടെ കുട്ടികൾ പറഞ്ഞോടാ. അത് അറബിക്കിന്റെ ഇംഗ്ലീഷിനല്ല, അറബിക്കിന്റെ എന്തെങ്കിലുണ്ട്, അറബി ലെറ്റേഴ്സിന്റെ. കാരണം ഞാൻ ഹിന്ദിയുടെ എന്നോട് ചോദിച്ചു, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അപ്പൊ അത് മേടിച്ചിരുന്നു. ആണോ? എന്നോട് ഒരു മോള് ഒരു ടീച്ചർ ചോദിച്ചു, നമ്മളിവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്, മോള് ഒട്ടും ഹിന്ദി എഴുതുന്നില്ല, എന്ത് മെറ്റീരിയൽ നമുക്ക് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദിയുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഭംഗിയിൽ വരുമെന്ന് ചോദിച്ചു. ഞാൻ ലാസ്റ്റ് ഇയർ മിസ്സിനോട് പറഞ്ഞ പ്രീ റൈറ്റിംഗ് കോഴ്സ് വാങ്ങിച്ചു കൊടുക്കുക, അവർ നല്ല രീതിയിൽ അത് എഴുതും എന്ന് പറഞ്ഞു. മിസ് പ്രീ റൈറ്റിംഗ് കോഴ്സും പിന്നെ നമ്മള് കേസി ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ആൽഫബറ്റ്സിന്റെ കേസി ലെറ്റേഴ്സ് ഞാൻ കാണിച്ച ഒരു ഇമേജിൽ എവിടെ ഉണ്ടായിരുന്നു, അതും വാങ്ങിച്ചു കൊടുത്തു. ഹാൻഡ് റൈറ്റിംഗ് അത് മിസ് പറഞ്ഞൊരു 6 മാസം വെക്കേഷൻ ടൈമിൽ അത് വാങ്ങിച്ചു കൊടുത്ത. വെക്കേഷൻ കഴിഞ്ഞ് പോയപ്പോ ആള് ഹിന്ദി ലെറ്റേഴ്സ് എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞു. അത് ഭയങ്കരമായിട്ടൊരു നമുക്ക് മെറ്റീരിയൽ മോണ്ടിസോറി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. ആദ്യം ഈ കർവും ലൈൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് കുറച്ച് അപ്ഡേറ്റ് ആയി വരുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ആദ്യ ടൈമിലുള്ള മെറ്റീരിയൽ അല്ല നിങ്ങൾ കാണുന്നത്, അപ്ഡേറ്റ് ആവുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, പിന്നെ അറബി, ഹിന്ദി, തമിഴ്, മലയാളം ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ മെറ്റീരിയൽസ് നല്ല രീതിയിൽ കുട്ടികൾക്ക് എഫക്റ്റീവ് ആവും. അറബി പഠിച്ചാണ് മോൻ? അറബി പഠിച്ചായിരുന്നു. ആ മെറ്റീരിയൽ അങ്ങനെ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നേ കളിപ്പാട്ടം പോലെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് കുറച്ച് സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ടോ? ആൾക്ക് ടോയ് പോലെ തന്നെ തോന്നിയത്. എന്നിട്ട് ശരിക്കും ഒരു ലെറ്റർ എടുത്ത് വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആണോ? എന്ന് വെച്ചാല് കളിപ്പാട്ടത്തിന്റെ ഒപ്പം മിക്സ് ചെയ്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ സൂക്ഷിച്ച് മാറ്റി വെക്കുകയാണോ ചെയ്യുന്നത്? അത് സൂക്ഷിച്ചു വെക്കും. അത് വേറെ ഒരു കവറുണ്ട്, അത് സൂക്ഷിച്ചെടുത്ത് വെച്ചോളൂ. ഇപ്പൊ എന്റെ 12 വർഷത്തോളായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആണ്. ഓക്കെ, എന്റെ മോളെ ആൽഫബറ്റ്സ് വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അവൾക്ക് കളിപ്പാട്ടങ്ങളുണ്ട്, ടോയ്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ടോയ്സിന്റെ ഒപ്പമല്ല അവളത് വയ്ക്കുന്നത്. അത് ടേബിളിൽ ഒരു സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് എടുത്ത് വെക്കും, അതെടുത്ത് യൂസ് ചെയ്യുന്നു. ഞാൻ ഒരു പ്രാവശ്യം അത് കവറിലാക്കി ഇങ്ങനെ വെക്കണം എന്നുള്ളത് കാണിച്ചു കൊടുത്തു. അത് പിന്നെ ആള് റിപ്പീറ്റ്ലി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ടേബിളിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കും. ഞാൻ ചോദിക്കും അതെവിടെയും ചോദിക്കും. ആദ്യം പിന്നെ ചോദിക്കുമെന്ന് എവിടെ, സാധാരണ കളിപ്പാട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും കൊണ്ട് കളയാ ചെയ്യാറ്. പക്ഷെ ഈ ഒരു മെറ്റീരിയലിനോട് അവർക്ക് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അത് എങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല. പക്ഷെ അവൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുണ്ട്. ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് അവർ മാറ്റി വെക്കുന്നു. ലവ് ഓഫ് ഓർഡർ നമ്മൾ പഠിച്ചില്ലേ, ലവ് ഓഫ് ഓർഡർ അതാണ് ആ ഒരു ആക്ടിവിറ്റി നമുക്ക് മനസ്സിലാവേണ്ടത്. കാരണം അവർക്ക് ടോയ്സ് എന്താണ്, മെറ്റീരിയൽ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. ആ ലവ് ഓഫ് ഓർഡർ അവർ കീപ്പ് ചെയ്യും. Writing and reading ആണ്. Maria Montessori did not have any intention. അതിൽ read ചെയ്യോ ഫസ്റ്റ് പാരഗ്രാഫ്? വായിക്കാം. ഓക്കെ, Writing and reading. Maria Montessori did not have any intention to teach children to write so young, but the young children came to her and asked her to teach them to read and write. When parents also started to implore her to do so, Montessori had to agree. She and her assistants made some letters formed out of cardboard and sandpaper so that children could trace these letters. ഓക്കെ, Ma'am. ഓക്കെ.
മോണ്ടിസോറിനോട് റിക്വസ്റ്റ് ചെയ്ത കുട്ടികളും പാരന്റ്സും ഒക്കെ റിക്വസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു, കുട്ടികളെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മോണ്ടിസോറി എഗ്രി ചെയ്ത് നമ്മൾ ഇന്ന് കാണുന്ന സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് ലാംഗ്വേജ് ഏരിയയിൽ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത ലെറ്റർ ആണ് ഇത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. അത് ജസ്റ്റ് ഫസ്റ്റ് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. പിന്നെ കാർഡ്ബോർഡ് തന്നെ കട്ട് ചെയ്തിട്ടാണ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ്, ഞാൻ ആദ്യം കാണിച്ച പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഇല്ലേ, എന്താ പറയാ, ചിലർ പറയും കുതിരത്തിരി പോലെ ഇരിക്കുന്നു മിസ് ചെയ്ത് കണ്ടിട്ട് എന്നൊക്കെ പറയാറുണ്ട് കുട്ടികളെ തന്നെ. ഇതെന്ത് ഇങ്ങനെ, അത് ചില കേർവ്സും കാര്യങ്ങളൊക്കെ കണ്ടോ, ഈ ഒരു മെറ്റീരിയൽ കാർഡ്ബോർഡ് തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്തതാണ്. അത് വെച്ചാൽ വേറെ കാര്യങ്ങളും കുട്ടികൾ വരയ്ക്കാൻ, നമ്മള് മലയാള ലെറ്റേഴ്സ് അറിയാലോ, നല്ല രീതിയിൽ ഭംഗിയിൽ വരുന്നത് ആ ഒരു കേർവും കാര്യങ്ങളിലൂടെയാണ്. മലയാളം നല്ല ഭംഗിയിൽ എഴുതാൻ പറ്റില്ലേ, ഹാൻഡ് റൈറ്റിംഗ്. എനിക്ക് ഇഷ്ടമുള്ളൊരു ഉരുട്ടി എഴുതാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് മലയാളം എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ ഉരുട്ടി എഴുതണമെങ്കിൽ അവരാദ്യം തന്നെ കേർവ്സ് കാര്യങ്ങളും ചെയ്യിപ്പിച്ചാൽ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. നമുക്ക് സ്വയം തന്നെ, നമ്മുടെ കുഞ്ഞു കുട്ടികളെ വീട്ടിലുണ്ടെങ്കിൽ ഇത് സ്വയം തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാർഡ്ബോർഡിന്റെ പീസ് എടുത്ത് കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് ആൽഫബറ്റ്സ്, പ്രീ റൈറ്റിംഗ് ആൽഫബറ്റ്സും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ മോബിൾ ആൽഫബറ്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഇനി അക്കോർഡിംഗ് ടു മരിയ മോണ്ടിസോറി ഒപ്പീനിയൻ ഡിപ്പെൻഡ്സ് അപ്പോൺ മൈൻഡ് ആൻഡ് ഹാൻഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷനിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഹാൻഡും മൈൻഡും ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ പോവാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാനത് എഴുതി നോക്കും, അപ്പൊ എനിക്ക് എന്താ പറയാ കോർഡിനേഷൻ കൺട്രോൾ കിട്ടും. കറക്റ്റ് ആയിട്ട് അത് കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് പറ്റും. റൈറ്റിംഗ് ഷുഡ് ബി usually follow as the natural outcome of movements. കുട്ടികളിലെ കുട്ടികൾ ഇപ്പൊ നമ്മൾ വീട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഭിത്തിയിൽ നിറച്ചും ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയിൽ നല്ല രീതിയിൽ നാച്ചുറൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീട്ടിലെങ്ങനെയുണ്ടോ, ഫുൾ ഭിത്തി നിറച്ചും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഒരു 5 years വരെ ഡ്രോയിങ്സ് ഉണ്ടോ? നല്ല രീതിയിൽ അങ്ങനെയാണെങ്കിൽ അത് വഴക്കൊന്നും പറയേണ്ട, കാരണം പറ്റില്ല. നല്ല രീതിയിൽ എന്ത് നടക്കുന്നുണ്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് സംഭവിക്കുന്നുണ്ട്. Maria Montessori understood this when one December she told a child to draw a picture of chimney. അപ്പൊ ഒരു ദിവസം കുട്ടിയോട് പറഞ്ഞു, ഒരു ചിമ്മിനിയുടെ പിക്ചർ ബോർഡിലൊന്ന് വരയ്ക്കുമെന്ന് ചോദിച്ചു. കുട്ടി എന്ത് ചെയ്തു, ചോക്ക് എടുത്ത് പോയി ഒബീഡിയന്റ്ലി എന്ത് ചെയ്തു, അത് നല്ല രീതിയിൽ വരച്ചു. അത് കഴിഞ്ഞിട്ട് അവന് ഭയങ്കര സന്തോഷം, കാരണം അവന്റെ ജീവിതത്തിൽ അവൻ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ അവൻ റൈറ്റ് ചെയ്തത്. അവന് ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞു, ഐ ക്യാൻ റൈറ്റ്. അവന്റെ ലൈഫിൽ ഏറ്റവും ഫസ്റ്റ് ടൈം ആയിരുന്നു അവൻ അങ്ങനെ റൈറ്റ് ചെയ്തത്. ഓക്കെ, അത് പാരഗ്രാഫ് റീഡ് ചെയ്യോ? ആരെങ്കിലും ഒരാളൊന്ന് റീഡ് ചെയ്യോ? Writing and reading. Maria Montessori did not have any intention to teach children to write so young, but the young children came to her and asked her to teach them to read and write. When parents also started to implore her to do so, Montessori had to agree. She and her assistants made some letters form out of cardboard and sandpaper so that children could trace these letters. According to Maria Montessori's opinion, depend upon mind and handwriting should lucidly flow as a natural outcome of movement. Maria Montessori understood this when one December she told a child to draw a picture of a chimney. The child took a chalk and obediently did his work. The child instantly cried out, I can write. It was the first time he had ever written. Next paragraph വായിക്കണോ മാം? വേണ്ട, ഞാൻ സെക്കൻഡ് പാരഗ്രാഫ് ഉദ്ദേശിച്ചു. ഞാൻ ഫസ്റ്റ് റീഡ് ചെയ്തപ്പോ പറയാൻ കേട്ടാ, ആദ്യം വായിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. അപ്പോ ആദ്യം മരിയ മോണ്ടിസോറി എന്താ പറഞ്ഞത് ശ്രദ്ധിക്കുക എല്ലാവരും. ആദ്യം മരിയ മോണ്ടിസോറി പറഞ്ഞത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു,
എങ്ങനെയാണ് ട്രേസ് ചെയ്യേണ്ടത്, ആൽഫബറ്റ്സ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് ട്രെയിൻ ചെയ്യിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ്, മൂവബിൾ ആൽഫബറ്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദെൻ ഒരു ദിവസം ശരിക്കും പറഞ്ഞാല് നമ്മുടെ റൈറ്റിംഗില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫാക്ടർ എന്താ പറയുന്നത് ഹാൻഡ് ആണ്. മൈൻഡും ഹാൻഡും. നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഇവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടീച്ചർ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല നമ്മൾ വേറെ ഏതെങ്കിലും ചിന്തയിൽ പോയിട്ടുണ്ടെങ്കിലേ പണ്ട് കോപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് മിസ് പറയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് പറഞ്ഞത് ഒട്ടായിരിക്കില്ല നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ മൈൻഡും ഹാൻഡും തമ്മിൽ ക്ലോസ്ലി കണക്ഷൻ ഉണ്ട്. സോ നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂവ്മെന്റ്സ് ഓഫ് ഹാൻഡ്സ്, ഞാൻ ഈ മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ റൈറ്റിംഗ് എന്ന് പറയുന്നത് നോർമലി ഒക്കർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നാച്ചുറലി ഔട്ട്കം ഓഫ് മൂവ്മെന്റ്സ്, മൂവ്മെന്റ്സിന്റെ ഔട്ട്കം തന്നെയാണ് എന്ത് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ ആ കുട്ടിനോട് ചിമ്മയുടെ പിക്ചർ വരയ്ക്കാൻ പറഞ്ഞപ്പോ ആ കുട്ടിയുടെ ചോക്ക് എടുത്ത് എന്ത് ചെയ്തു, ഒബീഡിയന്റ്ലി ആൻസറിനോട് പോയിട്ട് ബോർഡിൽ എന്ത് ചെയ്തു, ചിമ്മയുടെ പിക്ചർ വരച്ചു. ആ കുട്ടിക്ക് അത്രയും സന്തോഷമായി, കാരണം അവന്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു അവൻ അങ്ങനെ റൈറ്റ് ചെയ്തത്. ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തു എന്ന് വെച്ചാൽ അത്രയും സന്തോഷത്തോടു കൂടി നമുക്ക് സന്തോഷം വരുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയാ, എനിക്ക് എഴുതാൻ പറ്റി എന്ന് അവൻ ആദ്യം ഡിസ്കവർ ചെയ്തു. പിന്നെ മോണ്ടിസോറി ഫൗണ്ട് ദാറ്റ് റൈറ്റിംഗ് കെയിം ബിഫോർ റീഡിങ്. മോണ്ടിസോറി കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നതിൽ നിന്ന് മോണ്ടിസോറിക്ക് മനസ്സിലായത് റീഡിങ്ങിന് മുമ്പ് റൈറ്റിംഗ് സംഭവിക്കും. നിങ്ങൾ ഏതൊരു കുട്ടീനെ നോക്കിക്കഴിഞ്ഞാലും കുട്ടികളെ വായിക്കുന്നതിന് മുമ്പേ അവിടെ ചെയ്യാൻ തുടങ്ങും, റൈറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലേ? Maria Montessori wrote on blackboard, "If you love me, give me kiss. If you can read to, came to me." ഈ ഒരു സെന്റൻസ് എന്ത് ചെയ്തു, ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ടു മരിയ മോണ്ടിസോറി. സോ കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്യാൻ തുടങ്ങി. ഇഫ് യു ലവ് മീ യു ക്യാൻ കിസ്. എന്ന് വെച്ചാൽ നല്ലൊരു ഇൻട്രസ്റ്റോട് കൂടി ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടി എന്ത് ചെയ്തു, ഇത് റിപ്പീറ്റ്ലി റീഡ് ചെയ്യാൻ തുടങ്ങി. ആദ്യ ദിവസം ചിലപ്പോൾ ഇഫ് ആയിട്ട് റീഡ് ചെയ്തേ, പിന്നെ പതിയെ പതിയെ അവർ ആ സൗണ്ട്സും കാര്യങ്ങളും വെച്ചത് റീഡ് ചെയ്തു. ഒരു ദിവസം ഒരു കുട്ടി വന്നിട്ട് എന്ത് ചെയ്തു, മരിയ മോണ്ടിസോറി കിസ് കൊടുത്തു. ഇഫ് യു ലവ് മീ ഗിവ് മീ കിസ് എന്നാണ് ആ സെന്റൻസിൽ. എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു കിസ് തരണം എന്നാ പറഞ്ഞത്. സോ ഒരു കുഞ്ഞു കുട്ടി വന്നിട്ട് മോണ്ടിസോറിക്ക് ഒരു എന്തോ എടുത്ത് കിസ് കൊടുത്തു. സോ മോണ്ടിസോറിക്ക് മനസ്സിലായി കുട്ടികൾ അത് റീഡ് ചെയ്തു. ആ കുട്ടി ആ ഒരു സെന്റൻസ് റീഡ് ചെയ്യാൻ പറ്റിയെന്ന് മോണ്ടിസോറി ഡിസ്കവർ ചെയ്യാണ് ചെയ്തത്. Montessori found that writing came before reading. Maria Montessori wrote on blackboard, "If you love me, give me a kiss. If you read to, came to me." നിങ്ങൾക്ക് വായിക്കാൻ നിങ്ങളത് എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു കിസ് തരണം, ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണം എന്നാണ്. അവരത് വായിച്ച് നല്ലൊരു ഹാപ്പിനെസ്സോട് കൂടി ആ സെന്റൻസ് റിപ്പീറ്റ് റീഡ് ചെയ്ത് അവർക്ക് എന്താണെന്ന് മനസ്സിലായി. സോ എന്ത് ചെയ്തു, ഒരു ദിവസം ഫോർത്ത് ഡേ ആണ്, the children were reading this sentence for their own happiness. അവരുടേതായ ഒരു ഹാപ്പിനെസ് കൊണ്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ആ സെന്റൻസും കാര്യങ്ങളും റീഡ് ചെയ്യാനായിട്ട് തുടങ്ങി. It was only the fourth day that a little child approved of Montessori and gave her a kiss. നാലാമത്തെ ദിവസം ഒരു കുഞ്ഞി കുട്ടി എന്ത് ചെയ്തു, അത് റീഡ് ചെയ്ത് മനസ്സിലാക്കി റീഡ് ചെയ്തതിനു ശേഷം മോണ്ടിസോറിക്ക് വന്ന് എന്ത് ചെയ്തു, ഒരു കിസ് കൊടുത്തു. അത്രയും ആ കുട്ടിക്ക് അത് വായിക്കാൻ പറ്റി എന്നതായിരുന്നു മോണ്ടിസോറിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം. കാരണം അവൻ റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, അവൻ റൈറ്റിംഗ് കഴിഞ്ഞു, അവൻ റീഡിങ്ങിലേക്ക് കടന്നു എന്ന് മോണ്ടിസോറിക്ക് മനസ്സിലായത് ആ ഒരു ഇൻസിഡന്റോട് കൂടിയാണ്. ഓക്കെ ഓക്കെ ക്ലിയർ ആണല്ലോ? നമ്മള് റൈറ്റിംഗ് ആണ് വരുന്നത്, അതിനുശേഷമാണ് റീഡിങ് വരുന്നത്. റീഡിങ്ങിലേക്കുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് സൗണ്ട്സ് ആണ്. ആൽഫബറ്റ്സിന്റെ ആയാലും നമ്മൾ പഠിപ്പിക്കൂലേ കുട്ടികളെ മലയാളം പഠിപ്പിക്കുമ്പോ ആ സൗണ്ട് അല്ലേ പഠിപ്പിക്കുന്നേ, അതുകൊണ്ട് കുട്ടികൾ മലയാളം വേഗം പഠിക്കുന്നേ. നമ്മള് ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്താ പഠിപ്പിക്കുന്നത്, എ ബി സി അങ്ങനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് വരാത്തത്. ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികള് ഇപ്പോഴും ഈ റീഡ് ചെയ്യാൻ അറിയാത്ത കുട്ടികളുണ്ട്. ഒരു 5th-ലും 8th-ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് റീഡിങ് അറിയില്ല. മെയിൻ ആയിട്ടുള്ള റീസൺ കോവിഡിന്റെ സമയത്ത് പാരന്റ്സ് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും റീഡിങ് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്.
അത് ഓവർകം ചെയ്ത് വരുന്ന ടൈം കഴിഞ്ഞു കേട്ടോ. കോവിഡിന്റെ സമയത്ത് ഈ ഒരു ഡിഫിക്കൽറ്റീസും കാര്യങ്ങളും കുട്ടികൾ ഓവർകം ചെയ്ത് വരുന്ന സമയം കഴിഞ്ഞു. പക്ഷെ ഇന്നും ചില കുട്ടികൾ നമുക്ക് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നാക്കുമ്പോൾ പറയുന്നത് അവൻ എഴുതുന്നില്ല, അവൻ വായിക്കുന്നില്ല, മീൻസ് എങ്ങനെയെങ്കിലും വായിക്കാനും എഴുതാനും പഠിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ നമുക്ക് വിഷമം തോന്നും. കാരണം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും നെക്സ്റ്റ് SSLC എക്സാം എഴുതുന്ന കുട്ടികൾക്ക് പോലും എഴുതാനും വായിക്കാനും അറിയില്ല. അതെന്തുകൊണ്ട് ചെറുപ്പം മുതലേ അവരുടെ ഫൗണ്ടേഷൻ കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. സോ നമ്മളുടെ ഉത്തരവാദിത്വം, നമ്മുടെ ഓരോ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വം എന്താണ്? കുട്ടികളിൽ ഈ ചെറിയ ചെറിയ ഫൗണ്ടേഷൻസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആക്കുക, കറക്റ്റ് ആക്കുക എന്നതാണ് നമ്മളുടെ ഓരോ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വം. ഓക്കെ അല്ലേ മിസ്സേ, ഞങ്ങള് ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ബേസ് ക്ലാസ്, ഇംഗ്ലീഷിന്റെ ബേസ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഈ 7ല് 8ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്റെ സൗണ്ട്, ബീന്റെ സൗണ്ട് അതൊന്നും അറിയാത്ത കുട്ടികളുണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് ഫോണിക് സൗണ്ട് തുടങ്ങിയിട്ട് പഠിപ്പിച്ച് സെന്റൻസ് വായിക്കാൻ പഠിപ്പിച്ച് റെഡിയാക്കി കൊടുത്തു. നമുക്ക് തന്നെ അത്ഭുതം തോന്നും, ഇത്ര വലിയ കുട്ടികൾക്ക് ഇതൊക്കെ എന്താ വായിക്കാൻ കിട്ടാത്തേന്ന്. പാവം തോന്നും. എന്നിട്ട് എല്ലാരും പറയും കോവിഡിനെ കുറ്റക്കാരനാക്കും. കോവിഡ് കാരണം സ്കൂളിൽ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് വായിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. വലിയ കുട്ടികളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, പാരന്റ്സ് ശ്രദ്ധിക്കും. കോവിഡിന്റെ സമയത്ത് എന്തോരം ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. എത്ര പേര് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഴ്സുകൾ ചെയ്തു, എന്തോരം പേര് പഠിച്ചു. അപ്പൊ കോവിഡിനെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല. കാരണം നമ്മളുടെ പാരന്റ്സിന്റെ ഒരു ശ്രദ്ധക്കുറവ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അത് ശരി, പാരന്റ്സിനോട് പറയുന്നു. ഇനി സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ. നമ്മള് കാസാദി ബാബിനി എന്ന് പറയുന്നത് എവിടെ നിന്നുള്ള കുട്ടികളായിരുന്നു? കൂടുതലും സ്ട്രീറ്റിലുള്ള കുട്ടികളായിരുന്നു അല്ലെ? നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് ആലോചിക്കുമ്പോൾ തന്നെ സ്ട്രീറ്റിൽ ആ ഒരു കാലഘട്ടത്തിൽ വളർന്ന കുട്ടികൾ പറഞ്ഞാല് ഭയങ്കരമായിട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള, ദേഷ്യമുള്ള, വാശിക്കാരായിട്ടുള്ള കുട്ടികളാണ്. പാരന്റ്സിന്റെ മെയിൻ എയിം എന്ന് വെച്ചാല് അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികളെ കുറച്ച് നേരത്തെ സ്ട്രീറ്റിൽ നിന്ന് മാറ്റി നിർത്തണം എന്നായിരുന്നു പാരന്റ്സ് ഈ ഒരു കാസാദിബാബിലേക്ക് വിട്ടതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം. പക്ഷെ ആ കുട്ടികളെ കാസാദിബാബിലേക്ക് അയച്ച സമയത്ത് കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത്. അവര് ആ ഒരു അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിൽ, ആ ഒരു ലൈഫ്, ആ ഒരു മോഡ് ഓഫ് ലൈഫിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കുറച്ച് വീക്സ് കഴിഞ്ഞപ്പോ ആദ്യം അവർ അടങ്ങിയിരിക്കാൻ പറഞ്ഞാലൊന്നും അങ്ങനെ ഇരിക്കില്ലായിരുന്നു. പതിയെ ആ ഒരു മോഡ് ഓഫ് ലൈഫ് ആയിട്ട് അവർ എന്ത് ചെയ്തു? അഡാപ്റ്റ് ആവാൻ തുടങ്ങി. എന്താണോ അവരുടെ വീട്ടിൽ അവർക്ക് കിട്ടാത്തത്? ഫ്രീഡം അല്ലെ? ആ ഒരു ഫ്രീഡം, ഇൻഡിപെൻഡൻസ്, അതേപോലെ തന്നെ ഡിസിഷൻസ്, അവർക്ക് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളും അവർക്ക് സ്വയം എടുക്കാനുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നു. അതെല്ലാം അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ ഈ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന കുട്ടികള് നല്ല ഹാർമോണിയസിൽ, നല്ലൊരു ഐക്യത്തോടു കൂടി വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. നല്ല രീതിയിൽ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റിയത് എവിടെ നിന്നാണ്? കാസാദിബാബിൽ നിന്നാണ്. അപ്പൊ മോണ്ടിസോറിയുടെ വൺ ഓഫ് ദ മെയിൻ ഡിസ്കവറി എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ ആണ്. കുട്ടികൾ സ്വയം ഡിസിപ്ലിൻ ആകുന്നത് കാണാനായിട്ട് പറ്റി. The children that came to കാസാദിബാബിനെ were the children from street. നിങ്ങൾക്കറിയാം, കാസാദിബാബിലേക്ക് വന്ന കുട്ടികള് ഭൂരിഭാഗം കുട്ടികളും സ്ട്രീറ്റിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. Nobody cared them and cared them. They were hot and cared for. അവരെ ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവര് ഭയങ്കരമായിട്ട് ദേഷ്യവും വാശിയും കുറുമ്പും ഒക്കെ ഉള്ള കുട്ടികളായിരുന്നു. Their parents were working. അവരുടെ parents, both parents, ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യാണ്. And the aim was to keep their children off the street. ആ സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് കുട്ടികളെ മാറ്റി നിർത്തണം എന്നതായിരുന്നു ഈ കുട്ടികളുടെ പാരന്റ്സിന്റെ എയിം എന്ന് പറയുന്നത്. But after some weeks, the child got used to new mode of life. പതിയെ കുട്ടികൾ ഈ ഒരു മോഡ് ഓഫ് ലൈഫ് ആയിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ആക്ട് ആവാനായിട്ട് തുടങ്ങി. They helped give other moral support. കുട്ടികൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നതും സപ്പോർട്ട് കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. They were independent. അവർ സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. And could make their own decision. അവർക്ക് ഏത് മെറ്റീരിയൽസ് വേണം,
ചെറിയ കാര്യമാണ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ കുട്ടീനെ സംബന്ധിച്ച് അവന്റെ ലോകത്ത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ അവൻ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാല് അവന് സ്വയം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ പ്രാപ്തരാക്കാണ്. ദേ വർക്ക്ഡ് ഹാർമോണിയസ്ലി ഇൻ ഗ്രൂപ്പ്സ്, നല്ല ഐക്യത്തോടു കൂടി ഗ്രൂപ്പായിട്ട് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം മോണ്ടിസോറിക്ക് കാസാദി ബാബനിൽ നിന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റിയ കാര്യങ്ങളാണ്. ഓക്കെ, റൈറ്റിംഗ് ആൻഡ് റീഡിങ്ങും സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിനും, ആ 2 പോയിന്റ് ഒന്ന് റീഡ് ചെയ്യോ നിങ്ങള്? മിസ് മ്യൂട്ടാണോ? സൗണ്ട് കേൾക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ അവിടെ? ഓക്കെ. ഓക്കെ, അപ്പോ ഈ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് ഒരു സെമിനാർ ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, സെമിനാറാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ്, നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരാളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ നമ്മുടെ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടാണ് സെമിനാർ പറയുന്നത്. ഓക്കെ, ഒന്ന് എല്ലാവരും ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് വീഡിയോസ് ഒക്കെ കണ്ട് നല്ല രീതിയിൽ ആ ഒരു സെമിനാർ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർഡ് ആവണം. ഓക്കെ, ആരൊക്കെയാണ് MT40 മരിയ മോണ്ടിസോറി ടോപ്പിക്കില് സെമിനാർ എടുക്കുന്നത്? ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ച് സെമിനാർ എടുക്കുന്നത് പറയുമോ? ഞാൻ ചെയ്യാം മാം. സുരഭി, ഞാൻ രേവതി. 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. സുരഭി, രേവതി. അടുത്ത ആരാണ്?
സഫീദ. ഓക്കെ അല്ലേ? സഫീദ, ജാസ്മിൻ. നെക്സ്റ്റ് സാധാരണ ഒരു 5-8 പേരൊക്കെ എടുക്കാറുണ്ട്. വേറെ ആരൊക്കെ എടുക്കുന്നേ? നല്ല രീതിയിൽ റെഫർ ചെയ്തിട്ട് വേണം സെമിനാർ എടുക്കാൻ. ഓക്കെ, വേറെ ആരാണ്? ആര്യ. ഓക്കെ, ആര്യ വേണു. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങള് ഇത്രയും ഞാൻ എടുത്തില്ലേ ഒബ്സർവേഷൻ ഡിസ്കവറീസ് മാം റസ്മിന. റസ്മിന, RASMIN. ഓക്കെ, റസ്മിന ഞാനത് നോക്കി എഴുതിയിട്ടുണ്ട്. റസ്മിന. ഓക്കെ, മാം എനിക്ക് വ്യക്തമായില്ല എന്താ പറഞ്ഞെന്ന്, ഞാന് കേട്ടില്ല, എന്നോട് പറയോ? ഡോക്ടർ മോണ്ടിസോറിനെ കുറിച്ചിട്ടൊരു സെമിനാറാ പറഞ്ഞിരുന്നത്. മോണ്ടിസോറിയുടെ ലൈഫ് ലോങ് വെച്ചാല് എവിടെയാണ് ജനിച്ചത്, എങ്ങനെയായിരുന്നു, ആദ്യം ഫിസിഷ്യൻ ആയിരുന്നു, അങ്ങനെ ഓരോ സ്റ്റേജസും കാര്യങ്ങളും കവർ ചെയ്ത് ഡെത്ത് വരെയുള്ള ഇൻസിഡൻസും ഇന്ന് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ഇത്രയും വാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ചും കൂടി കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ഈ ഒരു സബ്ജക്ട് തന്നെയാണോ? എല്ലാവർക്കും ഒരു സബ്ജക്റ്റ്, കാരണം നിങ്ങൾ അത്രയും അറിഞ്ഞിരിക്കേണ്ട, അത്രയും അടുത്തറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക് അങ്ങനെ പറയുന്നത്. അപ്പോ 5 പേരാണ് നമ്മൾ സെമിനാർ വന്നിരിക്കുന്നത്. സുരമി, രേവതി, സഫീദ, ആര്യ, റസ്മിന. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ട്യൂസ്ഡേ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വരണം. ഓക്കെ അല്ലേ? ഓക്കെ, ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിലാണ്, ഇപ്പോഴല്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വരണം. ഓക്കെ, പറഞ്ഞാ പോരെ? എന്താണ്? ഇംഗ്ലീഷും മലയാളവും യൂസ് ചെയ്യാൻ പാടില്ലേ? ഇംഗ്ലീഷും മലയാളം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാണോ ലാംഗ്വേജ് അത് യൂസ് ചെയ്യാം. ഇപ്പൊ ഇംഗ്ലീഷും മലയാളം കമ്പയർ ചെയ്ത് പറയണമെങ്കിൽ അങ്ങനെ പറയാം. മലയാളം മാത്രം പറയാൻ പറ്റുന്നുള്ളെങ്കിൽ അങ്ങനെയും പറയാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ടൈം ലിമിറ്റ് ഉണ്ടോ മാം? ടൈം ലിമിറ്റ് ഉണ്ടോ? ബ്രീഫ് ആയിട്ട് പറയണോ, എലാബറേറ്റ് പറയണോ, എങ്ങനെയാ? എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു, കുഴപ്പമില്ല. ഈ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് നമ്മൾ തരുന്ന സെമിനാർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം. മേ ബി ഞാൻ പറഞ്ഞില്ലേ 8-9 പേരൊക്കെയാണ് സെമിനാർ എടുക്കാറ്. എനിക്ക് സാധാരണ 2 days ഒക്കെ പോവാറുണ്ട്, 2 classes പോവാറുണ്ട് സെമിനാർ. ഓക്കെ, ഓക്കെ, ഒന്ന് ഡിസ്കവറീസ് അറ്റ് കാസാദി ബാബിൽ ഒന്ന് റീഡ് ചെയ്യോ എല്ലാവരും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് റീഡ് ചെയ്യോ? ഡിസ്കവറീസ് അറ്റ് കാസാദി ബാബിന്റെ മെന്റൽ കോൺസെൻട്രേഷൻ മുതൽ റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഏതാണ് പോർഷൻ ഡൗട്ട് ഉള്ളതെന്ന്. ഒന്ന് ഡിസ്കവറീസ് ഒന്ന് റീഡ് ചെയ്യോ എല്ലാവരും? ഓക്കെ, എന്നിട്ട് പറയണോട്ടോ, മ്യൂട്ട് ഓൺ ആക്കിയിട്ട് ഒന്ന് പറയണേ, റീഡ് ചെയ്തു ഇന്ന ടോപ്പിക് ആണ് ഡൗട്ട് എന്നുള്ളത്. ഓക്കെ,
എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ടോപ്പിക്കില് ഡിസ്കവറീസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും ഡിസ്കവറിയിൽ ഡൗട്ട് ഉണ്ടോ? മാം ഞാൻ ആബ്സെന്റ് ആയിരുന്നു. സിലിണ്ടേഴ്സ് യൂസ് ചെയ്തിട്ട് അവരെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരുമോ? ഓക്കെ, അങ്ങനെ ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ റസ്മിന. കുഞ്ഞു കുട്ടികള് ഒരു 3 years മുതൽ കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 3 years ഏജ് മുതൽ അവർ ഏബിൾ ടു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ജസ്റ്റ് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി നോബിളുടെ സിലിണ്ടർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് കണ്ടു. അവൻ ആ ഒരു വർക്കിൽ എക്സ്ട്രാ ഓർഡിനറി ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് മോണ്ടിസോറിക്ക് മനസ്സിലായി. കാരണം അവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മോണ്ടിസോറിക്ക് മനസ്സിലായി. അപ്പൊ മോണ്ടിസോറി എന്ത് ചെയ്തെന്ന് അറിയാമോ? മോണ്ടിസോറി ഈ കോൺസെൻട്രേഷൻ എത്ര ഉണ്ട് എന്ന് മനസ്സിലാവണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടീച്ചറിനോടും കുട്ടികളോടും പറഞ്ഞു അവന് ചുറ്റും പോയിട്ട് ഒരു പാട്ട് പാടി അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവന് ആ പുറമെയുള്ള ആ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും വകവെക്കാതെ അവൻ എന്ത് വർക്കാണോ ചെയ്തിരുന്നത് അതേ വർക്കിൽ തന്നെ അവൻ കോൺസെൻട്രേറ്റ് ചെയ്തു. ദെൻ അപ്പോ അവന് കോൺസെൻട്രേഷൻ ഉണ്ട് എന്ന് മോണ്ടിസോറി മനസ്സിലാക്കി. ദെൻ മോണ്ടിസോറി എന്ത് ചെയ്തു? Montessori slowly picked up the answer on which the child was sitting. With the child in it, placed her on table. എന്ത് ചെയ്തു? ഒരു ആൻസർ പിക്ക് ചെയ്തിട്ട് ആ മെറ്റീരിയൽ കൊണ്ടുവന്ന് ആ ഒരു ടേബിളിൽ വെച്ചു. അപ്പൊ ആ സമയത്ത് കുറച്ചു നേരത്തേക്ക് കുട്ടി എന്ത് ചെയ്തു? ഡിസ്ട്രക്ട് ആയി, ഒന്ന് സ്റ്റക്കായി, കുറച്ചു നേരത്തേക്ക് സ്റ്റക്കായി. ആ ഒരു നേരത്തെ ആ ഒരു സിലിണ്ടർ അവൻ ഹോൾഡ് ചെയ്ത ആ സിലിണ്ടറിൽ ആ കുറച്ചു നേരത്തേക്ക് സ്റ്റക്കായി. ദെൻ അവൻ റിലാക്സ് ആയ സമയത്ത് അവൻ വീണ്ടും ഈ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. സോ മോണ്ടിസോറിക്ക് ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് ഒരു ഒബ്സർവേഷനും ഈ ഒരു കൗണ്ട് ചെയ്യാനൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു സയന്റിഫിക് ഹാബിറ്റ് ഓഫ് മെഷറിംഗ് ആൻഡ് ഒബ്സർവിംഗ് മോണ്ടിസോറിക്ക് ഉണ്ട്. സോ മോണ്ടിസോറി എത്ര ടൈം ഈ കുട്ടി വർക്ക് ചെയ്തു എന്ന് കൗണ്ട് ചെയ്തു. നോക്കിയപ്പോ 42 times ആണ് ആ കുട്ടി ആ വർക്ക് ചെയ്തത്. അപ്പൊ ഓട്ടോമാറ്റിക് ഓഫ് വർക്ക് അതൊരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആയിട്ട് മോണ്ടിസോറി മെത്തേഡിന്റെ തന്നെ പിന്നീട് അതൊരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആയിട്ട് മാറി. കാരണം ഒരു കുട്ടിക്ക് ഈ മെറ്റീരിയൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മെന്റൽ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, രസ്മിന നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അത് ജസ്റ്റ് പറയാൻ തരാം ഒന്നുകൂടി. ഞാൻ റെക്കോർഡ് ക്ലാസ് കൂടി കേട്ടോളാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. ഞാൻ സൈൻ ഔട്ട് ചെയ്യാണ്. താങ്ക് യു ഫോർ അറ്റൻഡിങ് ദ ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സെമിനാർ ടോപ്പിക് പ്രിപ്പയർ ആയിട്ട് വരണം. ഓക്കെ, Thank you.